നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. 2026 IPL മുംബൈയുടെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ മുംബൈ ടീമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, ഒരുവിധം താരങ്ങളെല്ലാവരും ഇന്ത്യൻ ടീമിലെ നെടുന്തൂണുകളാണ്. അത് മാത്രമല്ല ഈ കിൻഡൻ ഡീകോക്ക് പോലുള്ള ട്രെന്റ് ബോൾട്ട് പോലുള്ള താരങ്ങൾ, അങ്ങനെ ഒരുപാട് താരങ്ങളുള്ള ശക്തമായൊരു ടീം. പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരുപക്ഷെ കപ്പടിക്കാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ഒരു ടീമാണ് മുംബൈ. നമുക്കറിയാം മുംബൈനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ 2020 അവർ അവസാനമായിട്ട് കപ്പടിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കപ്പില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കപ്പിന്റെ ഈ ഒരു ക്ഷാമം, ഇപ്പൊ ഈ 5 വർഷമായിട്ട് നേരിടുന്ന ഒരു ക്ഷാമം അത് തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുംബൈ വരുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് മുംബൈയുടെ ഒരു സാധ്യതകൾ? ഈ പറഞ്ഞ പോലെ തന്നെ കപ്പിന് വേണ്ടി കപ്പിൽ കുറഞ്ഞതൊന്നും മുംബൈക്ക് ഉണ്ടാവില്ല. കാരണം ഹാർദിക് പാണ്ഡ്യ പോലത്തെ താരത്തിന് നായകനായിട്ട് ഇവിടത്തെ കൊണ്ടുവന്നതിന് ശേഷം കപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല എന്നിട്ട് വിമർശനമുണ്ട്. മറ്റൊന്ന്, ഹാർദിക് ഇന്ത്യയുടെ മുൻ നായകനും അല്ലെങ്കിൽ മുംബൈയുടെ തന്നെ മുൻ നായകനെ രോഹിത് ശർമ്മയ്ക്കും ഇന്ത്യയുടെ നിലവിലെ T20 നായകൻ സൂര്യകുമാർ യാദവിനൊപ്പം കളിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു വലിയ താരം നമ്മൾ പറഞ്ഞല്ലോ, ഈ നമുക്ക് T20 ലോകകപ്പ് നേടി വരികയാണ്. ആ ലോകകപ്പ് നേടിയ ടീമിലെ ക്യാപ്റ്റൻ ഉണ്ട്, ഈ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ബൂംറ ഉണ്ട്, അങ്ങനെ വജ്രായുധങ്ങളെല്ലാം ഇവിടെ കളിക്കാനുണ്ട്. തിലക് വർമ്മ നമുക്ക് പറയാം മറ്റൊരു വെടിക്കെട്ട് താരം. അപ്പോൾ മുംബൈക്ക് പ്രതീക്ഷകൾ ഈ പറഞ്ഞ പോലെ കടലാസിലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കപ്പ് മുംബൈക്ക് ആയിരിക്കണം എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അത്രയും നല്ല വെടിക്കെട്ട് ടീമാണ്, നല്ല ഫോമിലാണ് കളിക്കുന്നത്. ഫിറ്റ്നസിൻ്റെ പ്രശ്നം ബൂമറൊക്കെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ എല്ലാ കാലത്തും കാണുന്നതാണ്. ഫിറ്റ്നസ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ബൂമറ സീസണിലാകുമ്പോഴേക്ക് ടീമിലേക്ക് എത്താറുണ്ട്, നിർണ്ണമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഹാർദിക് പാണ്ഡ്യക്ക് നല്ല ഓപ്ഷനുകൾ, നിരവധി ഓപ്ഷനുകൾ കയ്യിലുണ്ട്. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് രോഹിത് ശർമ്മ വീണ്ടും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാത്രം കളിക്കുമോ അല്ല മുഴുവൻ ടൈം കളിക്കാൻ ഉണ്ടാവുമെന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. രോഹിത്തിനൊക്കെ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെ തന്നെ ബോഡി വെയിറ്റ് ഒക്കെ വളരെ കുറച്ച് ഒരു ഫുൾ ഫിറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും രോഹിത് ശർമ്മേനെ. എങ്കിൽ കൂടി കാണാൻ നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് വരുമ്പോൾ നമുക്ക് മക്കെല്ലാം തോന്നുന്നു. കഴിഞ്ഞ വർഷം എന്നോട് മറ്റേ ഒരു മത്സരങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കി എവിടെ നിൽക്കുന്നിട്ടില്ലേ ലോകകപ്പിനിടയിൽ. അങ്ങനെ വലിയൊരു ഇതായിട്ടാണ് രോഹിത് ശർമ്മ വരുന്നത്. ശർമ്മ എത്തുമ്പോൾ തന്നെ ഈ ലോകകപ്പ് ബാക്കി പിള്ളേരെല്ലാം ഒരുമിച്ച് കളിക്കാറുണ്ട്. അപ്പോൾ അവരങ്ങ് ആശാനമ്പിളെ തകർത്തടിക്കുന്ന എനിക്ക് തോന്നുന്നത്. കത്തിക്കയറും ബോളിങ്ങിലേക്കായാലും ബാറ്റിങ്ങിലേക്കായാലും ഓൾറൗണ്ടർമാരിലായാലും എല്ലാവരും ഒരു നല്ല നിര, വെടിക്കിട്ട് നിര മുംബൈക്കുണ്ട്. അപ്പം ആരുമായിട്ട് കോർക്കാൻ പറ്റിയ, ആരെയും വെല്ലുവിളിക്കാൻ പറ്റിയ നിരയായിട്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ വരുന്നത്. ഹാർദിക്കിനും മുംബൈയിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ ആദ്യ സീസൺ വന്ന പ്രശ്നമൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലല്ലോ. ആദ്യ ലോകകപ്പ് ഇപ്പോൾ 2ാമത്തെ ലോകകപ്പായിട്ട് സൂര്യകുമാറും വരുന്നു. ഇപ്പോൾ സൂര്യകുമാർ നായകനാക്കണമെന്ന് അശ്വിനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് കട നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി സെറ്റായി വരുന്നൊക്കെ തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മുംബൈയുടെ കരുത്ത് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു കോർ ഇന്ത്യൻ ടീം തന്നെയാണ്. രോഹിത് അതുപോലെ തന്നെ എല്ലാവരും പേര് കേട്ട താരങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ രോഹിത്, അതുപോലെ ഡീകോക്ക്, റയാൻ റിക്കൽട്ടൺ, ഇങ്ങനെ ഒരു ഓപ്ഷൻ, ഒരു വലിയൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. മാത്രമല്ല പിന്നാലെ വരുന്ന താരങ്ങൾ നോക്കുകയാണെങ്കിൽ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഇങ്ങനെ മൊത്തത്തിൽ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു വെടിക്കെട്ട് ഇത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. ഇപ്പൊ ഈ 2 കൺഫ്യൂഷൻ ഉള്ളത്, ഒന്ന് റിക്കൽട്ടൺ ആണോ അതോ ഡീകോക്ക് ആണോ കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡീകോക്ക് കളിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നിലവിലെ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു സീനിയോറിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസ് തീർച്ചയായിട്ടും പരിഗണിക്കും. അത് ആദ്യ മത്സരങ്ങളിൽ എന്തായാലും ഡീകോക്കിന് ഒരു അവസരം കിട്ടാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ബുംറ, ബോൾട്ട്, ദീപക് ചഹർ ഉൾപ്പെടെയുള്ള ഒരു പേസ് ബോളിംഗ് നിര അവർക്കുണ്ട്. കോർബിൻ ബോഷിനെ പോലുള്ള ഓപ്ഷനുകൾ വേറെയുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ നമുക്ക് ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു താരമാണ്. ഇപ്പൊ ഓൾറൗണ്ടർ കാര്യം പറയുകയാണെങ്കിൽ വിൽ ജാക്സ് വരുന്നുണ്ട്, മിച്ചൽ സാൻഡർ വരുന്നുണ്ട്, കോർബിൻ ബോഷ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മധ്യനിര ഓവറുകളിൽ വിൽ ജാക്സ് ആണോ അതോ ഈ പറയുന്ന റൂദർഫോർഡ് ആണോ കളിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. തീർച്ചയായിട്ടും അതെ, ചെറിയ മത്സരങ്ങളൊക്കെ, ചെറിയ ഗ്രൗണ്ടുകളുള്ള മത്സരങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റോ ഹിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും റൂദർഫോർഡിന് സാധിക്കും. അതുപോലെ തന്നെയാണ് വിൽ ജാക്സ് ചിലപ്പോൾ ഒരുപക്ഷെ ബോളിങ്ങിലും ഒരു ഓപ്ഷൻ, ബോൾ ചെയ്യാനും ആ രീതിയിൽ ബോളിങ്ങിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുംബൈനെ സംബന്ധിച്ച് വളരെ IPL കഴിഞ്ഞ ടീമിനെ അതുപോലെ നിലനിർത്തിയിട്ട് വളരെ അതിന്റെ മുമ്പ് തന്നെ ചില താക്കൂറിനെ പോലുള്ള താരങ്ങളെ ട്രേഡ് ചെയ്ത് കൊണ്ടുവരികയും ലേലത്തില് ചെറിയ പൈസയായിട്ട് വന്നിട്ട് ഡീകോക്കിനെ പോലുള്ള താരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് മുംബൈനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഒരു വീക്ക്നെസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പിന്നർമാരുടെ ഇപ്പൊ സാൻഡറും മയങ്ക് മർക്കണ്ടൊക്കെയാണ് ഉള്ളത്. ഗസൻഫറിനെ പോലുള്ള ഒരു താരവും കൂടി ഉണ്ട്. അപ്പൊ അതെ, അവർ എത്രത്തോളം ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം മികവ് പുലർത്താൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് ആശങ്ക, അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സ്പിന്നർമാരുടെ ഒരു പെർഫോമൻസ് പൊതുവെ IPL വളരെ നിർണായകമായിട്ട് മാറാറുണ്ട്. ഇപ്പോൾ
പുതിയ മാറി വന്ന ഒരു T20 വെടിക്കെട്ടിന്റെ ഒരു കാലത്ത് സ്പിന്നർമാരെ പലപ്പോഴും തൂക്കിയടിക്കുന്ന ഒരു ബാറ്റിംഗ് നിര എല്ലാ ടീമുകൾക്കും ഉണ്ട്. അല്ല, കാരണം സ്പിന്നിനെ മാത്രം നേരിടാൻ വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള ചില താരങ്ങളും ഉണ്ട് എല്ലാ ടീമിലും. അപ്പൊ അതിനനുസരിച്ചിട്ട് അതെ അതെ അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ള ഈ ഒരു തന്ത്രം എത്രത്തോളം ആണ് മുംബൈക്ക് മെനയാൻ കഴിയുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഈ മുംബൈ ടീമിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ടത്. അപ്പൊ അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ബുംറനെ പോലുള്ള ഒരു താരം തന്റെ ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തിയ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഓവർ എതിരാളികൾ നോക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ T20 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. ഒരു ഈ മത്സരത്തിൽ ഒറ്റ ഓവർ കൊണ്ട്, എനിക്ക് സെമിയിലാണ് തോന്നുന്നത്, ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമിയിൽ ഒറ്റ ഓവർ കൊണ്ട് ബുംറ കളി തിരിച്ചുവിടുന്നത്. അപ്പൊ അങ്ങനെ തിരിച്ചുവിടാൻ കരുത്തുള്ള ഒരു താരത്തിന്റെ, പക്ഷെ ഇപ്പോ എത്രത്തോളം ബുംറയുടെ ഈ പറയുന്ന ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് അതും എനിക്ക് IPL പറഞ്ഞത് ദേശീയ ടീം കളിക്കുമ്പോൾ ബുംറ ഫിറ്റ്നസ് ഒക്കെ IPL ആകുമ്പോഴേക്ക് താരം എങ്ങനെ അത് വന്ന വഴി മറക്കരുതെന്നുള്ളതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അവിടെ പൂർണ്ണ ആരോഗ്യമായിട്ട് അദ്ദേഹം കളിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ 100% എഫേർട്ട് ഇടും, അതിന്റെ ഗുണം കിട്ടാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ബൂമർ ഒരു ഓവറിൽ തല്ല് വാങ്ങിയായിരിക്കും, ആദ്യം 3 ബോൾ തല്ല് വാങ്ങിയായിരിക്കും, നെക്സ്റ്റ് രണ്ടാം സ്പെല്ല് വരുമ്പോഴേക്കും ആ താരത്തെ തൂക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഓവറിൽ തന്നെ അവസാനം തൂക്കിയിട്ടുണ്ടാവും. ഒരു വല്ലാത്തൊരു കരുത്താണ് മുംബൈക്ക്. ആ ഒരു കരുത്ത് ഈ ഹർദിക്കിന്റെ പറഞ്ഞാൽ ഹർദിക്ക് ചിലപ്പോൾ പിന്നെ ചെയ്യാം, ഫസ്റ്റ് ബോൾ അറിയാൻ വേണ്ടി വരാമെന്ന്, ഓവർ അറിയാൻ വേണ്ടി എന്തെങ്കിലും ഹർദിക്കായിരിക്കും. അങ്ങനെ ആര് തല്ല് വാങ്ങിയാലും എന്ത് തല്ല് വാങ്ങിയാലും സ്പിന്ന് തല്ല് വാങ്ങിയാലും അപ്പോൾ വിളിക്കാൻ അവിടെ ബൂമറ ഉണ്ട് എന്നുള്ളൊരു കരുത്തുണ്ടല്ലോ, അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അത് രോഹിത്തിനുണ്ടായിരുന്നതും ഇപ്പം ബൂമറക്കുള്ളതും ഹർദിക്കിനുള്ളതും അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ വെടിക്കെട്ട് സ്കോർ എത്ര വരെ അങ്ങ് കയറ്റി വെക്കാനും പറ്റും, എറിഞ്ഞിടാൻ വേണ്ടി വരുന്ന, തിരിച്ചടിക്കുന്നവർക്ക് എറിഞ്ഞിടാൻ വേണ്ടി വരുന്ന ബൂമറ പോലത്തെ താരങ്ങളുണ്ട്. ഹർദിക്കിന് ആശങ്കകളൊന്നുമില്ല, നന്നായി കളിച്ചാൽ പ്ലേ ഓഫ് അല്ല ഫൈനൽ ഉറപ്പിക്കാൻ വേണമെങ്കിൽ 6ാമത്തെ കിരീടം, ഏറ്റവും കൂടുതൽ കിരീടം തന്ന ടീമായിട്ട് മാറാൻ പറ്റുന്ന ഒരു സീസണായിട്ടാണ് ഇത് മാറിയേക്കും. തീർച്ചയായിട്ടും നമ്മൾ പ്ലേയിങ് ലെവനെ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ വരും, അതുപോലെ തന്നെ ഡീകോക്ക് ആയിരിക്കും ഓപ്പണറായിട്ട്, ഇവർ രണ്ടുപേരായിരിക്കും ഓപ്പണർമാരായിട്ട് വരുന്നത്. മാത്രമല്ല പിന്നെ 3ാം നമ്പറിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവ് ആയിരിക്കില്ല, തിലക് വർമ്മയായിരിക്കും എന്ന രീതിയിലുള്ള ഒരു ചില റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും 3-4 നമ്പറുകളിൽ തിലകോ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് എന്തായാലും കളിക്കുമ്പോൾ തിലക് ബാക്കിൽ ഇറങ്ങി കളിച്ചിട്ടും ഫിനിഷറായിട്ട് തകർക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത്തരം ഒരു റോളിന് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് വിൽ ജാക്സനെ പോലുള്ള ഹാർദിക് പാണ്ഡ്യ പോലുള്ള താരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഇപ്പൊ വിൽ ജാക്സന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ബോളിംഗിൽ ഒരു എക്സ്ട്രാ ഒരു നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ റൂദർഫോർഡിന് പലപ്പോഴും അതിനേക്കാൾ ഒരു സാധ്യത വിൽ ജാക്സന് തന്നെയാണ്. പക്ഷെ ഈ മൈതാനങ്ങൾ അനുസരിച്ചിട്ട് കുറച്ചും കൂടി ഒരു അറ്റാക്ക് ചെയ്തിട്ട് ഒരു റോ ഹിറ്റിംഗ് നടത്താൻ കഴിയുന്ന ഒരു താരം റൂദർഫോർഡാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലേയിങ് 11 ആയിരിക്കും അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ തീർച്ചയായിട്ടും വരുന്നുണ്ട്, നമൻദീർ വരുന്നുണ്ട്, മിച്ചൽ സാൻഡർ, ദീപക് ചഹർ, ട്രെന്റ് ബോൾട്ട്, ജസ്പ്രീത് ബുംറ, ഈ ഒരു രീതിയിലൊരു ടീം വരാനാണ് സാധ്യത. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഓപ്ഷൻസ് ഒരുപാട് പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ടീം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്കൽട്ടനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കോർബിൻ ബോഷിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നല്ലൊരു ടീമായിട്ട് ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ മുംബൈക്ക് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 5 വർഷങ്ങളായിട്ട് കപ്പ് നേടിയിട്ടില്ല എന്നുള്ളതൊരു ഇത് ഹാർദിക്കിന് ഇപ്പൊ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. തീർച്ചയായും 3ാമത്തെ സീസണിലാകുമ്പോഴേക്ക് ഗുജറാത്തിൽ കപ്പടിച്ചു, പിന്നെ റണ്ണേഴ്സ് ബൈ ആണ് ഇവിടുത്തെ ക്യാപ്റ്റൻസി. അത് അങ്ങനെ തന്നെയായിരുന്നു റിപ്പോർട്ട്. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ചോദിച്ചു വന്നു എന്ന് പറഞ്ഞത്, അതാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം വന്നിട്ട് ഇപ്പം ടീമിന് കപ്പെടുക്കാൻ പറ്റുന്ന 3 സീസൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ചെറിയൊരു തിരിച്ചടിയായി മാറിയേക്കും. അതുകൊണ്ട് തന്നെ കപ്പ് കുറഞ്ഞൊന്നും നോക്കില്ല. കപ്പെടുക്കാണെങ്കിൽ എല്ലാ ഓപ്ഷനും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എത്ര വലിയ നിരയുണ്ട്. അതിന് സൂര്യകുമാറും രോഹിത്തും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ, ബൂമറൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാം ഒറ്റ മൈൻഡോടെ കളിക്കാറിങ്ങിയ കപ്പ് തൂക്കിയിരിക്കുന്ന സംശയമില്ല. തീർച്ചയായിട്ടും. എന്തായാലും മുംബൈയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഈ കടലാസിലെ കരുത്തര് IPL കളിക്കളത്തിലും കരുത്തരായി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.